നരേന്ദ്രമോദിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വീർ സിംഘ്വി, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ജേർണലിസ്റ്റുകളിൽ മാധ്യമപ്രവർത്തകരിൽ ഒന്നാണ് ശ്രീ വീർ സിംഘ്വി. അദ്ദേഹം ദ പ്രിന്റിന് വേണ്ടി എഴുതിയ വളരെ പണ്ഡിതോചിതമായ വളരെ ആഴമേറിയ ഒരു ലേഖനമാണ്. നരേന്ദ്രമോദിക്ക് എന്താണ് സംഭവിക്കുന്നത്? മിഡിൽ ക്ലാസ് നരേന്ദ്രമോദിയെ കൈയൊഴിയുകയാണോ? ഇന്ത്യ കണ്ട ഏറ്റവും സമർത്ഥനായ രാഷ്ട്രീയക്കാരിൽ ഒരാളുടെ ലോങ് ടേം സ്ട്രാറ്റജി എന്താണ്? ഈ ലേഖനമാണ്, പ്രിന്റിന്റെ ഈ ലേഖനമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമസ്കാരം. വീർ സിംഘ്വി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ജേർണലിസ്റ്റുകളിൽ ഒന്നാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം നരേന്ദ്രമോദിയുടെ കിതപ്പ് എന്ന് പറയുന്ന കാര്യം, തളർച്ച എന്ന് പറയുന്ന കാര്യം പരിശോധിക്കുക. നമുക്കെല്ലാം അറിയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ കുതിപ്പും നരേന്ദ്രമോദിയുടെ കിതപ്പും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വളർച്ചയും നരേന്ദ്രമോദിയുടെ തളർച്ചയും നമ്മുടെ രാഷ്ട്രീയ സർക്കിൾസിൽ ഒരു പ്രധാനപ്പെട്ട സംസാര വിഷയമാണ്. ഇതിൽ ശ്രീ വീർ സിംഘ്വി സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളിലൂടെയാണ്, പൊളിറ്റിക്കൽ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, മിഡിൽ ക്ലാസ്സിന് നരേന്ദ്രമോദി സർക്കാരിനോട് തോന്നി തുടങ്ങിയ വിപ്രതിപത്തി, താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള താല്പര്യത്തിന്റെ കുറവ്, ഇതാണ് ഇദ്ദേഹം പരിശോധിക്കുന്നത്. ഇദ്ദേഹം വളരെ നിഷ്പക്ഷനായ ഒരു പത്രപ്രവർത്തകനാണ്. BJP അനുഭാവിയല്ല, അല്ലെങ്കിൽ പ്രകടമായ എങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവമില്ല. ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഇന്നും ഏറ്റവും പോപ്പുലർ രാഷ്ട്രീയ നേതാവ് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും സമർത്ഥനായ രാഷ്ട്രീയ നേതാവും നരേന്ദ്രമോദി തന്നെയാണ്. പൊതുവെ മീഡിയ മാനേജ്മെന്റും ഹെഡ്ലൈൻ മാനേജ്മെന്റും ശ്രീ നരേന്ദ്രമോദിക്ക് നല്ല രീതിയിൽ വഴങ്ങുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി, പ്രത്യേകിച്ച് കുറച്ച് മാസങ്ങളായി നരേന്ദ്രമോദി താഴേക്ക് പോകുന്നു. അത് എന്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം, മിഡിൽ ക്ലാസ് ഈസ് ദ മോസ്റ്റ് ഡിസ്എൻചാന്റഡ്. മിഡിൽ ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ BJP സർക്കാരിനോട്, കുറെ കൂടെ നരേന്ദ്രമോദി സർക്കാരിനോട് ആ രീതിയിലുള്ള താല്പര്യം കുറയുന്നത്. ഒരുപാട് പേർ ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത് കാണാം, പക്ഷേ വേണ്ട രീതിയിൽ അവരെ എനർജൈസ് ചെയ്ത് നിർത്താൻ പുള്ളിക്കാവുന്നില്ല. പഴയ രീതിയിൽ ഇന്ത്യ ഒരു ഗ്ലോബൽ സൂപ്പർ പവർ ആക്കും തുടങ്ങിയ കാര്യങ്ങൾ അത് വേണ്ട രീതിയിൽ പൊതുജനങ്ങളുടെ ഇടയിൽ റെസനേറ്റ് ചെയ്യുന്നില്ല, പ്രതിഫലിക്കുന്നില്ല. ഡിമിനിഷിങ് റിട്ടേൺ ഫോർ ദി വോട്ടേഴ്സ്, അതാണ് അടുത്ത അദ്ദേഹം പറയുന്ന കാര്യം. അതായത് പലപ്പോഴും കഴിഞ്ഞ ക്യാമ്പയിൻ അടക്കം നരേന്ദ്രമോദി വളരെ നെഗറ്റീവായി സംസാരിക്കുകയുണ്ടായി. ഹിന്ദു സ്ത്രീകളുടെ താലിമാല, മംഗലസൂത്രം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, കർഷകരുടെ കാള എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അത് ഒരിക്കലും റെസനേറ്റ് ചെയ്യാത്തതിന്റെ കാര്യം, അത് കള്ളങ്ങളാണ് എന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദു ജനവിഭാഗങ്ങൾക്കടക്കം പോസിറ്റീവായ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം മുസ്ലിം ജനവിഭാഗങ്ങളോട് നെഗറ്റീവായി പെരുമാറുന്നു എന്നൊരു ആസ്പെക്റ്റിലേക്ക് അത് വരികയും വേണ്ട രീതിയിൽ അതിന് റിസൾട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ആ രീതിയിൽ എന്താണ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനം, ബഡ്ജറ്റ് വന്നപ്പോൾ മിഡിൽ ക്ലാസിന്റെ കൺസേൺസിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു. ബഡ്ജറ്റ് വന്നപ്പോൾ വേണ്ട രീതിയിൽ മിഡിൽ ക്ലാസ്സുകാർക്ക് ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊന്നും തന്നിട്ടില്ല. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഫാക്ട് വെളിയിൽ വന്നത്. ഇന്ത്യയിലെ 2% പോപ്പുലേഷൻ ടാക്സ് പേയേഴ്സ്, അവരാണ് കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നത്. അവര് കോർപ്പറേറ്റ് സെക്ടർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടാക്സ് കൊടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വേണ്ട രീതിയിൽ. അപ്പം ടാക്സ് പേയേഴ്സിന് ഉള്ളൊരു റിലീഫും മറ്റും കൊടുക്കാൻ കഴിഞ്ഞില്ല. മിഡിൽ ക്ലാസ് ആണ് എണ്ണത്തിൽ കുറവെങ്കിലും ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് ആണ് കൂടുതൽ നെറേറ്റീവിനെ ബിൽഡ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ ഏകദേശം 30-35 കോടിയോളം മിഡിൽ ക്ലാസ് ഉണ്ടെന്ന് പറയും. ഇതിൽ തന്നെ ഒരു ടാക്സ് പേയിങ് ബ്രാക്കറ്റിൽ വരുന്ന കുറെ കൂടെ വെൽ ഓഫ് ആയ ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവരാണ് പലപ്പോഴും നമ്മുടെ മീഡിയ, ഇപ്പം ഞാനും നിങ്ങളൊക്കെ പൊതുവെ ആ ബ്രാക്കറ്റിൽ വരുന്നവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മൊബൈലുണ്ട്, യൂട്യൂബ് ഉണ്ട്, ജീവിത സൗകര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, കുറെ കൂടെ ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് ഇത് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ഗ്രിപ്പ് പോയിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ്, PMLA അടക്കമുള്ള വകുപ്പുകൾ വെച്ച് എതിരാളികളെ വേട്ടയാടുകയും ജയിലിലിടുകയും ചെയ്തു. അരവിന്ദ് കെജ്രിവാൾ അടക്കം പലരെയും അന്യായമായി ജയിലിടുന്ന കാണാം. ഒരുപാട് കാലമായി ഉമർ ഖാലിദ് അടക്കമുള്ളവർ ജയിലിൽ കിടക്കുന്ന വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പൊ രാജ്യസുരക്ഷ, അഴിമതി തുടങ്ങിയ പ്ലാങ്കുകൾ ഉയർത്തിപ്പിടിച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിനൊന്നും ഒരു അർത്ഥമില്ല. അതൊക്കെ വെറുതെ ചെയ്യുന്നതാണ്, അതൊക്കെ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാറില്ല പലപ്പോഴും. 2G കേസിൽ കനിമൊഴി അടക്കം 6 മാസം ജയിലിൽ കിടന്നു, അവസാനം 2G കേസേ തള്ളിപ്പോയി. അപ്പം ഈ രീതിയിൽ ഇതെല്ലാം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊരു കാര്യം വന്നു. അതോടൊപ്പം BJPയുടെ IT സെൽ, അത് പ്രൈം മിനിസ്റ്റർ ഇടയ്ക്കിടയ്ക്കെങ്കിലും സബ്കാ സാത്ത് സബ്കാ വികാസ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ IT സെൽ വളരെ നെഗറ്റീവായിട്ടും വൈലായിട്ടും സാമുദായികമായ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുമാണ് പെരുമാറുന്നത്. ഇതുകൊണ്ട് ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്സിന് നരേന്ദ്രമോദിയോട് ഒരു താല്പര്യ കുറവുണ്ടായി തുടങ്ങി എന്ന് അദ്ദേഹം പറയും. അതെങ്ങനെ രാഹുൽ ഗാന്ധിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, 2029 പോകുന്നു അറിയില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ ഈ തളർച്ച, അദ്ദേഹം ആദ്യമായിട്ടാണ് 10 വർഷത്തിൽ തളരുന്നത്. കാര്യം, ആദ്യം തുടങ്ങിയപ്പോൾ ഒരു 15-20 വർഷം ഇദ്ദേഹം ഭരിക്കുമെന്നുള്ള ഫീലിലാണ് വന്നത്. പക്ഷേ ആ തളർച്ച വളരെ എവിഡൻ്റായി
കാണുന്നു എന്ന് വീർ സിംഘ്വി എന്ന പ്രമുഖനായ ജേർണലിസ്റ്റുകൾ. ഇത് രാഹുൽ ഗാന്ധിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു മൊമെന്റം പ്രധാനമായിട്ടും ഉണ്ട്. പക്ഷേ ആ മൊമെന്റം 2029 വരെ കൊണ്ടുപോകാൻ കഴിയുമോ, അത് വലിയൊരു ചോദ്യമാണ്. ഇത്രയും കാലം, പ്രത്യേകിച്ച് ഇനിയും ഒരു 4 വർഷം 5 വർഷത്തോളം അത് മൊമെന്റം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയും ചേഞ്ചസ് വന്നേക്കാം. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ തളർച്ചയും രാഹുൽ ഗാന്ധിയുടെ വളർച്ചയുടെയും ഘട്ടമാണ്. എത്ര കാലം ഇതിങ്ങനെ പോകും? ഇന്ത്യൻ രാഷ്ട്രീയം ഇതിനെ കൂടെ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടറായി ഇതിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.